എന്നാണ് എന്ന് പറയുമ്പോ അവരുടെ റിയാക്ഷൻസ് ആദ്യത്തെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? എല്ലാവർക്കും നല്ല രീതിയിലുള്ള എനിക്ക് തോന്നുന്നത് ചിരിക്കാൻ എന്തായാലും ആളുകളൊന്ന് ചിരിച്ചാണ്. കാരണം നമ്മൾ കേട്ടിട്ടുള്ള FM എന്ന് പറഞ്ഞാൽ റെഡ് FM 90.2 ഇങ്ങനെയൊക്കെയാണ്. ആഹാ കൊള്ളാം. ഇത് ചിലപ്പം പറയുമ്പോ ആഹാ കൊള്ളാലോ എന്നായിരിക്കും. മാർക്കറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയായിരുന്നു. അപ്പൊ ആൾക്കാര് ഈ ഓരോന്നിട്ട് എന്തെങ്കിലും എടുപ്പഴേ പോയിട്ട് ആഹാ അടിപൊളി. അപ്പൊ ശരിക്കും പറഞ്ഞ മാർക്കറ്റിംഗ് പഠിച്ചിട്ടാണ് സത്യത്തിൽ ആഹാറിന്റെ പേര് തന്നെ ഭയങ്കര എക്സ്പ്രഷൻ അല്ലേ? നമുക്ക് ആത്മസംതൃപ്തി എക്സ്പ്രഷൻ അല്ലേ? നമ്മൾ നല്ലൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വാർത്ത കേട്ടാൽ സിനിമ കണ്ടാല് പാട്ട് കേട്ടാല് അങ്ങനെ നമ്മൾ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ നല്ലൊരു വാർത്ത കേട്ട് നമ്മൾ എന്തായാലും പറയും ആഹാ അടിപൊളി. ആ സാധനം അതാണ് ശരിക്കും സത്യം പറഞ്ഞാല് ഈ ഒരു ആഹാര റേഡിയോ നമ്മൾ ആദ്യം കേൾക്കുമ്പോഴും ഫസ്റ്റ് കേൾക്കും തോറും മധുരം എന്ന അങ്ങനെ ഒരു തീമായിരുന്നു അവർ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആഹ എന്നൊരു വളരെ സ്ട്രൈക്കിംഗ് ആണ്. അതിൽ കിട്ടിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതിന്റെ ഇടയിൽ ആഹ പ്രൈം എന്ന പേരിൽ പുതിയൊരു AM തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ആഹ പ്രൈം? ആഹ പ്രൈം എന്ന് പറയുന്നത് അത് AM സ്റ്റേഷനാണ്. കാനഡയിലെ ഫസ്റ്റ് മലയാളി AM സ്റ്റേഷനാണ് ആഹ പ്രൈം. കുറച്ച് സീരിയസ് ആയിരിക്കുമല്ലോ. FM എന്ന് പറയുമ്പോ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ചിരിയും തമാശക്കാണ്. AM എന്ന് പറയുമ്പോ അല്ലേ നമ്മൾ ഈ പറയുന്ന ആകാശവാണിയൊക്കെ AM അല്ലേ? അപ്പം അതിലൊക്കെ പറയുന്ന ന്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണോ? അല്ല, ആഹ പ്രൈം നമ്മൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ പ്രൈം എന്ന് പേരിടാൻ കാരണം അതൊരു പ്രൈം ടൈമാണ്. 6 to 9 എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ടൈമില് വേറൊരു നമ്മുടെ മലയാളി റേഡിയോ ഇല്ല കാനഡയില്. പിന്നെ പ്രൈമിന് ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ AM-നെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ആൾക്കാരുടെ രീതിയുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും മുഴുവൻ വാർത്തകളും വാർത്ത അധിഷ്ഠിതമായിട്ടുള്ള പരിപാടികളും. പക്ഷെ വി ആർ ഗിവിംഗ് എ ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ബേസിക്കലി ഇൻഫോർടൈൻമെന്റ്. ഒരു ഇൻഫോർടൈൻമെന്റ് എന്നുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. FM എന്ന് പറയുന്നത് ഒരു 90% പാട്ടാണ്, 10% ടോക്കേ ഉള്ളൂ. അതിനകത്ത് ഒരു 6 ലിങ്കുകളാണ് വരുന്നത്. ഇതിനകത്ത് പറയുമ്പോഴേക്കും ഒരു 70% നമ്മൾ വരുന്നത് സോങ്സും ബാക്കി 30% ടോക്കാണ്. 60-40 എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. ഇപ്പൊ ടോക്സ് കൂടുതലുണ്ട്. ടോക്ക് ഷോസ് ആണ്. ടോക്ക് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റർടൈൻമെന്റും ഇൻഫർടൈൻമെന്റും ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ പ്രൈമിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രൈമിന് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോൺസേഴ്സ് ആയിട്ടുള്ളത് മനോജ് കരാത്തയാണ്. മനോജ് കരാത്തയാണ് അതിന്റെ മെയിൻ സ്പോൺസർ. ഒരു ബ്രാൻഡാണ്. അതെ, അത് വലിയൊരു ബ്രാൻഡാണ്. അതെ, അപ്പൊ അത് ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളിയുടെ ആയിട്ടുള്ള ഒരു ഷോ ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 3 hours ഒരു 3 ഡിഫറെന്റ് മോഡിലാണ് നമ്മൾ അത് ട്രീറ്റ് ചെയ്തേക്കുന്നത്. അത് ഫസ്റ്റ് അവർ എന്ന് പറഞ്ഞൊരു വാമപ്പ് സെഷൻ ആണ്. വാമപ്പ് കഴിഞ്ഞ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്റർടൈൻമെന്റ് അതിന്റെ കുറച്ച് ഇൻഫർമേഷൻസും എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് അവർ കൂടുതൽ ഇൻഫർമേഷൻ ആണ്. അതിൽ വരുമ്പോൾ ഒരു MK ഷോ ഉണ്ട്, അത് മനോജ് കരാട്ട ഷോ ഉണ്ട്. പിന്നെ നമുക്കൊരു ആഹ എക്സ്പേർട്ട് ടോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ വരുന്ന പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഓരോ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ, ഓരോ മേഖലകളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള, അതായത് ഒരു ലോയർ വരും ഒരാഴ്ച. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഇമിഗ്രേഷൻ ഏജന്റ് വരും. പിന്നെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ബിൽഡിംഗ് ഇതായിട്ടുള്ള കൺസ്ട്രക്ഷൻ